ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ട്രാൻസ്മിറ്റർ റേഡിയേറ്റ്സ് എ ടോട്ടൽ ഓഫ് 10 കിലോവാട്ട്. ദ കാരിയർ ഈസ് മോഡുലേറ്റഡ് ടു എ ഡെപ്ത് ഓഫ് 60%. The power in the carrier will be P in kilowatt. Then 10P to the nearest integer will be. Okay, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ പവർ ഇൻ ദ കാരിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് നോക്കാം, ടോട്ടൽ പവർ ഇൻ ആൻ AM ട്രാൻസ്മിഷന്റെ ഇക്വേഷൻ എന്താണ്? PT is equal to PC into 1 plus M square by 2 ആണ്. അതിൽ M എന്ന് പറഞ്ഞ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അതിന്റെ വാല്യൂ 0 to 1 ആയിരിക്കും വരിക. ഇവിടെ ടോട്ടൽ ഓഫ് 10 കിലോ വാട്ട് പവർ എന്ന് തന്നിട്ടുണ്ട്. സോ PT എന്ന് പറയുന്നത് 10 കിലോ വാട്ട് ആണ്. ഓക്കെ, അതിനുശേഷം ദ കാരിയർ ഈസ് മോഡുലേറ്റഡ് ടു എ ഡെപ്ത് ഓഫ് ദ മോഡുലേഷൻ എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അത് നമുക്ക് പെർസെൻറ്റേജിലായിരിക്കും തന്നിരിക്കുക. നമ്മൾ അതിനെ നോർമലി പെർസെൻറ്റേജിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? 60 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്യും. ദെൻ 0.6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.6 ആയിരിക്കും. ദ പവർ ഇൻ ദ കാരിയർ, അപ്പോൾ ഈ ഇക്വേഷനിലെ ബാക്കി എല്ലാം ആയിട്ടുണ്ട്. കാരിയറിന്റെ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 ഈക്വൽ ടു PC ഇൻറ്റു 1 പ്ലസ് 0.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇത് ചെയ്യുക. ദെൻ PC കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 10 ഈക്വൽ ടു PC ഇൻറ്റു 1 പ്ലസ് 0.18 എന്ന് കിട്ടും. ഇത് ചെയ്ത് നോക്കുക. ദെൻ 10 ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 1.18 എന്ന് കിട്ടും. PC എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 1.18 ഈക്വൽ ടു 8.47 കിലോ വാട്ട് എന്നാ കിട്ടുക. കിലോ വാട്ട് 8.47. ഓക്കെ, 8.47 കിലോ വാട്ട് ആണ് PC. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 10P കണ്ടുപിടിച്ചിട്ട് അതിന്റെ നിയറസ്റ്റ് ഇന്റിജറിലേക്ക് ആക്കുമ്പോൾ എത്രയാ കിട്ടുക എന്നാ ചോദിക്കുന്നത്. അപ്പൊ 10P എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു PC, അതായത് 10 ഇൻറ്റു PC that is equal to 10 into 8.47 കിലോവാട്ട്. അപ്പോൾ എങ്ങനെയാ വരിക? 84.7. അതിനെ നിയറസ്റ്റ് ഇന്റിജറിലേക്ക് ആക്കുമ്പോൾ 85 കിലോവാട്ട്. അപ്പൊ അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ. നമ്മുടെ ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ആദ്യം നമ്മൾ പവർ ഓഫ് കാരിയർ കണ്ടുപിടിച്ചു. ദെൻ അതിനെ 10P എന്ന് ഇക്വലന്റ് ചെയ്തു. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് 85 എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് യൂസിങ് ലൈറ്റ് ത്രൂ എ ഡാഷ് കേബിൾ. നമുക്കറിയാം ലൈറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ത്രൂ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ആണ്. അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ത്രൂ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ലൈറ്റ് പാസ് ചെയ്യുന്നതിന്റെ ഒരു ഇതിലായിരിക്കും നമ്മുടെ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർക്യൂട്ട് ഡിസൈൻഡ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ്. നമുക്കറിയാം ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആണെങ്കിൽ അതിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുക? ലെവൽ ഇൻക്രീസ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിലെ ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും, അതായത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുക. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. എ സർക്യൂട്ട് ഡിസൈൻഡ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് കോൾഡ് ആൻ ആംപ്ലിഫയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a Yagi-Uda 3-element directional antenna, the dash is the longest radiating element. നമ്മുടെ യാഗി-ഉഡ ആന്റിന എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ TV റിസപ്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആന്റിനയാണ്. അതിന്റെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റേഡിയേറ്റിംഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് യാഗി-ഉഡ ആന്റിനയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. യാഗി-ഉഡ ആന്റിനയുടെ സ്ട്രക്ചറിൽ ഇങ്ങനെയാണ് വരിക. അതില് ഇവിടെയാണ് ഫീഡർ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ദെൻ ഇവിടെ കുറെ ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യാഗി-ഉഡ ആന്റിനയുടെ കൺസ്ട്രക്ഷൻ. ഇതെന്ന് പറയുന്നത് ബൂം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ഇത്രയാണ് ഡയറക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് ഫീഡർ എലമെന്റ് ആണ്. ഓക്കെ, ഫീഡർ എലമെന്റ്.
പിന്നെ ഈ ലെങ്ത് ഏറ്റവും കൂടിയ ഈ ഒന്നാണ് റിഫ്ലക്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, റിഫ്ലക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഈ റിഫ്ലക്ട് എന്തിനാണ്? റിഫ്ലക്ടർ ഈസ് പൊസിഷൻഡ് ബിഹൈൻഡ് ദ ഡ്രൈവർ എലമെന്റ് അഥവാ ഡൈപോളിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് റിഫ്ലക്ട് റേഡിയോ വേവ്സ് ഇൻ ഡിസയേർഡ് ഡയറക്ഷൻ. ഓക്കെ, റേഡിയോ വേവ്സിനെ ഡിസയേർഡ് ഡയറക്ഷനിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എൻഹാൻസിങ് ഗെയിൻ ഓഫ് ദ ആന്റിനയുടെ ഗെയിൻ എൻഹാൻസ് ചെയ്യുന്ന ഡ്യൂട്ടിയും നമ്മുടെ റിഫ്ലക്ടറിനാണ്. അതേപോലെ ഡയറക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. ഡയറക്ടിവിറ്റി ഗെയിൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ റിഫ്ലക്ടർ എലമെന്റ് ആണ്. അതേപോലെ തന്നെ ബാക്കി ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ടർ ദാൻ ഡ്രിവൺ എലമെന്റ് ആണ്. ഈ ഡ്രിവൺ എലമെന്റിനേക്കാളും റിഫ്ലക്ടറിനേക്കാളും ഒക്കെ ഷോർട്ടർ ആയിരിക്കും ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഫ്രണ്ട് ഓഫ് ദ ഡ്രൈവൺ എലമെന്റ്. അപ്പൊ ഇത് ഡ്രിവൺ എലമെന്റ് ആവുമ്പോൾ ഇതിന്റെ ബാക്കിലാണ് നമ്മുടെ റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഡ്രിവൺ എലമെന്റിന്റെ ഫ്രണ്ടിലായിരിക്കും നമ്മുടെ ഡയറക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുക. അപ്പൊ ഇതാണ് ഒരു യാഗി ഉഡ ആന്റിന എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? യാഗി ഉഡ 3 element ഡയറക്ഷണൽ ആന്റിന. ദ ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് റേഡിയേറ്റിംഗ് എലമെന്റ്. ഏതാണ് ഇവിടെ ലാർജസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ റിഫ്ലക്ടർ ആയിരിക്കും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി സോഴ്സ് ഓഫ് പവർ ഫോർ സാറ്റലൈറ്റ്. നമ്മുടെ സാറ്റലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പവർ സപ്ലൈ കിട്ടുന്നത് എവിടെ നിന്നാണ്? സണ്ണിൽ നിന്നാണ്. അതായത് സോളാർ എനർജി അഥവാ സോളാർ സെല്ലിൽ നിന്നാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ് സോളാർ സെൽ അഥവാ ഫോട്ടോ വോൾട്ടായിക് സെല്ലിൽ നടക്കുന്നത്? അതായത് അവിടെ ഫോട്ടോൺസ് സണ്ണിൽ നിന്ന് എടുത്തിട്ട് ഫോട്ടോൺസിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർഷൻ ആണ് നടത്തുക. അതാണ് ഫോട്ടോ വോൾട്ടായിക് സെല്ലിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സോളാർ സെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റിന് ആവശ്യമായിട്ടുള്ള പവർ എടുക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വർക്ക്സ് ത്രൂ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലെ മെയിൻ ഒരു പാർട്ടാണ് ട്രാൻസ്പോണ്ടർ. എന്താണ് ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത്? റിസീവറും ട്രാൻസ്മിറ്ററും ഉൾപ്പെടുന്ന ഒന്നാണ് ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോണ്ടർ ആണ്. അല്ലെങ്കിൽ അതിനെ ട്രാൻസീവേഴ്സ് എന്നും പറയാറുണ്ട്. എന്താണ് ട്രാൻസീവേഴ്സ്? അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? ട്രാൻസീവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്ററും റിസീവറും കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ട്രാൻസീവർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഡിവൈസ് വിച്ച് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് സിഗ്നൽ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കൊയാക്സിയൽ കേബിൾ? കൊയാക്സിയൽ കേബിളിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കൊയാക്സിയൽ കേബിളിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ വരിക? ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടാവും. അതുപോലെ ആ കേബിളിന്റെ ഇന്നർ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വേറൊരു കേബിൾ ഉണ്ടാവും. ദെൻ പിന്നെയും ഒരു കേബിൾ ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇന്നർ കണ്ടക്ടർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നർ കണ്ടക്ടർ. ഇന്നർ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ തന്നെ ഡൈ ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഡൈ ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മെറ്റാലിക് ഷീൽഡ്, അതിന് മുകളിൽ എന്തുണ്ട്? ഒരു മെറ്റാലിക് ഷീൽഡ് ഉണ്ട്. ഓക്കെ, മെറ്റാലിക് ഷീൽഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നതാണ് പ്ലാസ്റ്റിക് ജാക്കറ്റ്. അപ്പോൾ ഔട്ടർ സൈഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ജാക്കറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു മെറ്റാലിക് ഷീൽഡ്, പിന്നെ ഒരു ഡൈഇലക്ട്രിക് ഇൻസുലേറ്റർ, പിന്നെ ഒരു ഇന്നർ കണ്ടക്ടർ. അങ്ങനെയാണ് വരിക. ഇവിടെ കൊയാക്സിയൽ കേബിളിന്റെ വേറൊരു പേര് കൊയാക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. കൊയാക്സ് എന്ന് ഇവിടെ സംഭവിക്കുന്നത് ട്രാൻസ്മിറ്റിംഗ് ഹൈ ഫ്രീക്വൻസിയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 കോൺസെൻട്രിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ്? 2 കോൺസെൻട്രിക് കണ്ടക്ടേഴ്സ് സെന്റർ വയറും ഔട്ടർ ഷീൽഡും ആണ്. ഓക്കെ, മെറ്റാലിക് ഷീൽഡ് ഇതും അതേപോലെ ഈ ഒരു ഇന്നർ കണ്ടക്ടറും, ഈ 2 കോൺസെൻട്രിക് ആയിട്ടുള്ള കണ്ടക്ടർ ഒരു ഡൈ ഇലക്ട്രിക്, അതായത് ഈ ഡൈ ഇലക്ട്രിക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ സെപ്പറേറ്റഡ് 2 മെറ്റാലിക് ഷീൽഡ്, ഒരു മെറ്റാലിക് ഷീൽഡും ഒരു ഇന്നർ കണ്ടക്ടറും, 2 കോൺസെൻട്രിക് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിനെ ഒരു ഡൈ ഇലക്ട്രിക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. എ സെന്റർ വയർ ഇൻസൈഡ് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ
വിച്ച് ഈസ് കവേർഡ് ബൈ എ മെറ്റൽ സ്ലീവ് ഓർ ഷീൽഡ്. എന്തായിരിക്കും? ഈ ഇന്നർ കണ്ടക്ടറിനെ ഒരു മെറ്റൽ ഷീൽഡ് കൊണ്ടിട്ട് നമ്മൾ കവേർഡ് ചെയ്തിരിക്കുകയായിരിക്കും. പിന്നെ വേറൊരു ഡെഫിനിഷനും പറയാം, രണ്ട് കോൺസെൻട്രിക് മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ ഒരു ഡൈഇലക്ട്രിക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയും പറയാം. അങ്ങനെ ഓപ്ഷനിൽ വന്നാലും നമുക്ക് റൈറ്റ് ആണ്. ഇവിടെ വരുന്നത് എ സെന്റർ വയർ ഇൻസൈഡ് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ which is covered by a metal sleeve or shield. So option D is the right answer. Next question. The modulation used in cellular communication. നമ്മുടെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ സ്കീം ഏതെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ അതിന്റെ ആൻസർ ഇല്ല. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് മോഡുലേഷൻ, ഡിജിറ്റൽ മോഡുലേഷൻ, നാരോ ബാൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ ഒന്നും അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പക്ഷെ അത് എന്താണെന്നൊന്ന് നോക്കാം. നമ്മുടെ QPSK ഉണ്ട്, ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്, അതേപോലെ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ 4G അതുപോലെ 3G സെല്ലുലാർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഗോഷ്യൻ മിനിമം ഷിഫ്റ്റ് കീയിങ് ആണ്. ഗോഷ്യൻ മിനിമം ഷിഫ്റ്റ് കീയിങ് അഥവാ GMSK ആണ് നമ്മുടെ 2G കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത്. സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള 2Gക്ക് GMSKയും അതേപോലെ 3G ആൻഡ് 4Gക്ക് QPSKയും QAM ആണ് യൂസ് ചെയ്യുന്നത്. അത് ഈ ഓപ്ഷൻസിൽ ഇല്ല, അതുകൊണ്ട് തന്നെ ക്യാൻസൽ ആക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ദ കാരിയർ ഈസ് മോഡുലേറ്റഡ് ബൈ. ഇവിടെ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 3G ആൻഡ് 4G ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അവിടെ QAM സംഭവിക്കുന്നത് കാരിയർ രണ്ട് തരത്തിലും മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ് മോഡുലേഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതായത് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ് മോഡുലേഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ QAM എന്ന് പറയുന്നത് രണ്ട് കാരിയർ വേവ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, ആ വേവ്സ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. അത് 1 റെപ്രസെന്റഡ് ബൈ സൈൻ വേവ് ആണെന്നുണ്ടെങ്കിൽ അതർ എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? അതിന്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേർഷൻ ആയ കൊസൈൻ വേവ് ആയിരിക്കും. ഓക്കെ, സൈൻ വേവ് ആണെങ്കിൽ ഒന്ന് കോസ് ആയിരിക്കും. ഒരെണ്ണം സൈൻ വേവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ അതർ കാരിയർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള കൊസൈൻ വേവ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോളോഡ് ടു അച്ചീവ് പൾസ് കോഡ് മോഡുലേഷൻ? നമ്മൾ ഇത് മുൻപ് പഠിച്ചതാണ്. സാമ്പിളിംഗ്, ക്വാണ്ടൈസിങ്, എൻകോഡിംഗ്, കോഡിംഗ്, അതാണ് ആൻസർ വരിക. കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ടും. ഓപ്ഷൻ സി, ആദ്യം സാമ്പിളിംഗ് നടത്തും, ദെൻ ക്വാണ്ടൈസിങ് നടക്കും. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ് സാമ്പിളിംഗിൽ നടക്കുന്നത്. എന്നിട്ട് ഒരു നിയറസ്റ്റ് വാല്യൂയിലേക്ക് അത് റൗണ്ട് ചെയ്യുന്നതാണ് ക്വാണ്ടൈസിംഗിൽ നടക്കുക. ദെൻ അതിനെ ഒരു സ്പെസിഫിക് മെഷീൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് എൻകോഡിംഗിൽ നടക്കുക. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ നോക്കുക, റൊട്ടേറ്റ് വിത്ത് ദ എർത്ത്. കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് അതിനെ ജിയോ സ്റ്റേഷനറി എന്ന് തന്നെ അറിയപ്പെടുന്നത്. റൊട്ടേറ്റ്സ് വിത്ത് ദ എർത്ത് ആണ്. റിമെയിൻ സ്റ്റേഷനറി റിലേറ്റീവ് ടു എർത്ത്. എർത്തുമായി റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. അതേപോലെ ഇറ്റ് ഈസ് പൊസിഷൻഡ് ഓവർ ഇക്വേറ്റർ. പൊസിഷൻഡ് ഓവർ ഇക്വേറ്ററും ആയിരിക്കും. അപ്പൊ ഈ മൂന്ന് ഫാക്ട്സും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. റൊട്ടേറ്റ് വിത്ത് ദ എർത്ത്, റിമൈൻ സ്റ്റേഷനറി റിലേറ്റീവ് ടു എർത്ത്, അതുപോലെ ഈസ് പൊസിഷൻഡ് ഓവർ ഇക്വേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ IF ഫോർ FM റിസീവേഴ്സ്. IF എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നതാണ് IF എന്ന് പറയുന്നത്. അത് FM-ന്റെ കേസിൽ 10.7. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 455 kHz എന്ന് പറഞ്ഞാൽ AM-ന്റെ കേസിലെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. നമ്മുടെ റിസീവർ സൈഡിൽ ഒരു RF ആംപ്ലിഫയർ ഉണ്ടാവും. ഒരു RF ആംപ്ലിഫയർ
മിക്സറിലേക്ക് കൊടുക്കുന്നുണ്ടാവും. ദെൻ ഒരു ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഉണ്ടാവും. എപ്പോഴും ഈ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്യൂൺ ചെയ്യേണ്ടത് RF ആംപ്ലിഫയർ എന്ന് വരുന്ന ഫ്രീക്വൻസിയേക്കാൾ RF ആംപ്ലിഫയർ ഫ്രീക്വൻസി പ്ലസ് നമ്മുടെ IF ആയിട്ടായിരിക്കണം ഈ ലോക്കൽ ഓസിലേറ്റർ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ് നമ്മൾ ഇവിടെ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്നൊരു റിസീവർ പഠിക്കുന്നുണ്ട്. അതിനകത്ത് 2 ഹൈ ഫ്രീക്വൻസീസ് കമ്പൈൻ ചെയ്ത്, ഏതൊക്കെയാണ് 2 ഹൈ ഫ്രീക്വൻസീസ്? RF ആംപ്ലിഫയർ എന്ന് വരുന്ന ഫ്രീക്വൻസിയും ലോക്കൽ ഓസിലേറ്റർ എന്ന് വരുന്ന ഫ്രീക്വൻസിയും, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ലോവർ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഏതാണ് ആ ലോവർ ഫ്രീക്വൻസി എന്നറിയപ്പെടുന്നത്? ലോവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്. അത് FM-ന്റെ റിസീവർ സൈഡിൽ, FM റിസീവേഴ്സിൽ 10.7 മെഗാഹെഡ്സ് ആണ്, 455 കിലോ ഹെഡ്സ് ആണ് AM-ന്റെ സൈഡിൽ. ഇത് ഓർത്ത് വെച്ചിരിക്കുക. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നമുക്ക് IF തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ AM-ലാണെങ്കിൽ 455 കിലോ ഹെഡ്സും FM-ലാണെങ്കിൽ 10.7 മെഗാഹെഡ്സും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the purpose of limiter stage in FM receiver. FM receiverലെ ഒരു മെയിൻ ഡിവൈസ് ആണ് ലിമിറ്റർ എന്ന് പറയുന്നത്. അതിനെ അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ്? ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്നാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്നാണ്. അപ്പോൾ FM റിസീവേഴ്സിലെ എന്തിനാണ് ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്നുള്ളതാണ്, ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ എന്നുള്ളതാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം FM റിസീവേഴ്സിൽ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ലിമിറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഇൻ ദ FM സിഗ്നൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് പാരാസിറ്റിക് എലമെന്റ്സ് ഇൻ യാഗി ആന്റിന. നമ്മൾ പഠിച്ചു, ഇപ്പൊ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരുന്നു യാഗിയുടെ ആന്റിനയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ വരുന്നതെന്ന്. അതിലെ പാരാസിറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത് 2 എണ്ണമാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഒരു റിഫ്ലക്ടറും ഒരു റിഫ്ലക്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ്, 1 or more ഡയറക്ടേഴ്സും ഉണ്ടാവും. നമ്മൾ പഠിച്ചല്ലോ എങ്ങനെയായിരിക്കും. ഇവിടെ ഒരു റിഫ്ലക്ടർ, പിന്നെ ഒരു ഡൈപോൾ എലമെന്റ് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ഇവിടെ കുറെ റിഫ്ലക്ടേഴ്സ്. അപ്പൊ ഇതിന് രണ്ടിനെയാണ് നമ്മൾ പറയുന്നത് പാരാസിറ്റിക് എലമെന്റ്സ് എന്ന്. ഈ ഇതിനെയും റിഫ്ലക്ടറിനെ അറിയപ്പെടും, അതേപോലെ തന്നെ ഈ ഡയറക്ടേഴ്സിനെയും അറിയപ്പെടും. ഓക്കെ, ഇതാണ്. സോ 2 പാരാസിറ്റിക് എലമെന്റ്സ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ 1 മെഗാഹെഡ്സ് കാരിയർ ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വിത്ത് എ 5 kilohertz ഓഡിയോ സിഗ്നൽ, ദ അപ്പർ സൈഡ് ഫ്രീക്വൻസി. ഇവിടെ AM-ലെ കരിയർ ഫ്രീക്വൻസി FC എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 മെഗാഹെഡ്സ് ആണ്. അതേപോലെ തന്നെ മോഡുലേറ്റഡ് വിത്ത്, അപ്പോൾ FM എന്ന് പറയുന്നത് 5 kilohertz ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ കൂടെ കിലോ ഹെഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 മെഗാഹെഡ്സ് ഈസ് ഈക്വൽ ടു 1000 kilohertz ആണ്. ഓക്കെ, അപ്പോ FC എന്ന് പറയുന്നത് 1000 kilohertz ആണ്, FM എന്ന് പറയുന്നത് 5 kilohertz ആണ്. അപ്പോ അപ്പർ സൈഡ് ബാൻഡ്, ഇവിടെ നമുക്കറിയാം ഒരു മിഡിൽ ഒരു കരിയർ ഉണ്ടാവും, 2 സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. അപ്പൊ ഈ 2 സൈഡ് ബാൻഡിൽ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FC പ്ലസ് FM ആയിരിക്കും അപ്പർ സൈഡ് ബാൻഡ്. അതേപോലെ ലോവർ സൈഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ FC മൈനസ് FM ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എത്രയെന്നാണ്. അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FC പ്ലസ് FM ആണ്. ദെൻ 1000 kilohertz പ്ലസ് 5 kilohertz, that is equal to 1005 kilohertz ആയിരിക്കും ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ്? 1005 kilohertz അപ്പർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1005 kilohertz ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീഡിയം വേവ് ട്രാവൽസ് ആസ്. മീഡിയം വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് വേവ് ട്രാൻസ്മിഷൻ ആണ്. സോ നമുക്ക് ഗ്രൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ സർഫസ് വേവ് എന്ന് പറയുന്നത്, ഈ ഓപ്ഷൻസിലെ സർഫസ് വേവ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് വേവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. സർഫസ് വേവ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ എ ടൈപ്പ് ഓഫ് ഗ്രൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സർഫസ് വേവ് ആണ്. കോമൺ ആയിട്ടുള്ള നെയിം ആണ് സർഫസ് വേവ്. ഗ്രൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സർഫസ് വേവ് ആണ്. ഇത് പ്രൊപ്പഗേറ്റ് അലോങ് എർത്ത് സർഫസ് ആണ്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. എർത്തിന്റെ സർഫസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോളോയിങ് ദ കർവേച്ചർ ഓഫ് ദ പ്ലാനറ്റ്. കർവേച്ചർ ഓഫ് ദ പ്ലാനറ്റിനെ ഫോളോ ചെയ്യുന്നു. ദിസ് അലൗസ് ദം ടു ട്രാവൽ ഡിസ്റ്റൻസസ് ബിയോണ്ട് ദ ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് സൈറ്റിനേക്കാൾ ഡിസ്റ്റൻസസ് ബിയോണ്ട് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ ആണ് എന്ത്? ഗ്രൗണ്ട് വേവ് ട്രാൻസ്മിഷൻ.
ഗ്രൗണ്ട് വേവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സർഫസ് വേവ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, click focus on what really matters.